ഹായ് ഗൈസ്, ഞാൻ ഷിൻഡു. നമ്മളിപ്പോൾ സത്യമംഗലത്താണ്. ഇന്നലെ മൈസൂർ പോയി സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും അവിടെ ചെന്നപ്പോൾ ലേറ്റ് ആവും, ഒരു 1 മണിയെങ്കിലും ആവും രാത്രി. പിന്നെ റൂം എടുക്കുക, ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ റൂം എടുക്കുന്നത്, കാരണം മൊബൈലൊന്നും ചാർജ് ഇല്ലായിരുന്നേ. പിന്നെ വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചാർജ് കയറുന്നില്ല, പവർ ബാങ്ക് ചാർജ് കയറുന്നു. എനിവേ ഇവിടെ റൂം എടുത്തു. ഇതാണ് സത്യമംഗലം. സത്യമംഗലം ടൗണാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കണം. കാപ്പി കുടിച്ചില്ല, പോകുന്ന വഴി കുടിക്കാം. പിന്നെ ഇപ്പോൾ രാവിലെ റെഡിയായി, ബേസ് ലെയർ ഇട്ടു, പാൻറ് ഇട്ടു, ഷൂ ഇട്ടു, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതാണ് റൂം. അപ്പോൾ റോഡിൽ കാണാം. ബൈ. എനിവേ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് സ്കോപ്പ് ഇറ്റ് ഓഫ്. നേരത്തെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് സത്യമംഗലത്താണ്. സത്യമംഗലത്ത് നേരെ അങ്ങ് പോവുകയാണ്. നമ്മൾ നമുക്കിനി 13 hours, ഓൾമോസ്റ്റ് 14 hour റൈഡ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിർത്തണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാത്രിയിൽ ഗോവയിൽ ചെല്ലാൻ. ബട്ട് കണ്ടിന്യൂസ് പോകാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു. കാരണം ഇത്രയും ലോങ് റൈഡ് പാടാണ് കണ്ടിന്യൂസ് ഓടിക്കാൻ. ഇടയ്ക്ക് എന്തായാലും നിർത്തി പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിർത്തുമ്പോൾ കുറച്ച് സമയം പോവും. എനിവേ, എങ്ങനെയെങ്കിലും എത്തണമെന്ന് ആശിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ഗുഡ്. എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആംഗിൾ ഓക്കെ ആണെന്നറിയില്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. എന്തായാലും ചായ കുടിക്കാൻ നിർത്തുന്നുണ്ട്. ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു കടിയും കടിച്ചിട്ട് ആംഗിൾ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ചായക്കട. കാട് കയറിയാൽ പിന്നെ ചായ പോയിട്ട് വെള്ളം കിട്ടുമോ? പക്ഷേ കിട്ടുമായിരിക്കും, എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബട്ട് ഒരു ചായക്കട കാണണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കടയായിരുന്നു അവിടെ. തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറല്ലേ? ഉണ്ട്, ഇത് കണ്ടോ? ദാറ്റ്സ് നൈസ്. അവിടെ പോയി കഴിച്ചാലോ? എങ്ങനെയുണ്ട് സാധനം? സൂപ്പറല്ലേ? ഈ ഗോപ്രോയുടെ ചാർജ് നിൽക്കുന്നില്ലേ? ഞാൻ എക്സ്ട്രാ ബാറ്ററി ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. നേരത്തെ മോട്ടോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാൾ മുമ്പ്, ഓൾമോസ്റ്റ് 1 year ആയെന്ന് തോന്നുന്നു. അത് ഞാൻ പിന്നെ പറയാം. ടീ இருக்கா? എங்கே இருக்கா? ടീ ഇല്ല അവിടെ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ടീ എനിക്കൊന്നും എല്ലായിടത്തും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ടീ ഉണ്ട്, ബട്ട് ഇറ്റ്സ് എക്സ്ക്ലൂസീവ് ആണ്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ചായ കുടിച്ച് പോവാം. ഉണ്ടോ അവിടെ? ഇതുണ്ടോ? എന്തോ തോണ്ടേ അത്? മറ്റേ ഉള്ളിയുടെ പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു. അപ്പം ഒരു കാപ്പി കുടിച്ചു. ഒരു മസാല കൊണ്ടാണെന്ന് തോന്നുന്നു. മസാല കൊണ്ട് ഉള്ളിയും മറ്റേ എനിക്ക് തോന്നുന്നു അതിനകത്ത് പരിപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ടേ ഉള്ളിയും മുളകും മറ്റേ എനിക്ക് തോന്നുന്നു പുതിനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം കൂടെ കുഴച്ചിട്ട് ഒരു പോണ്ടോ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു സ്പൈസിയാണ് മുളകിൻ്റെയും മസാലയുടെയൊക്കെ. ഇറ്റ് വാസ് ഗുഡ് ആൻഡ് കോഫി വാസ് ഗുഡ്, എവറിത്തിങ് വാസ് ഗുഡ്. അയ്യോ, ബൈക്കിൽ തന്നെ ചാർജ് കയറാത്തെന്ന് ഞാൻ നോക്കിയില്ലല്ലോ. അത് അത്യാവശ്യമുള്ളൊരു സാധനമാണ്, വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ഇനി നമ്മൾ ട്രയംഫിൻ്റെ ഷോറൂം കിട്ടുന്ന എവിടെ ആയിരിക്കും? ഇനി മൈസൂർ സിറ്റിയിൽ കയറുന്നില്ല, ഔട്ടർ വഴിയല്ലേ പോകുന്നത്. അപ്പം അത് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? ഗോവയിൽ ചെന്നിട്ട് നോക്കാം. ലെറ്റ്സ് സീ. സത്യമംഗലം കാട് വഴി നമ്മൾ കയറാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ ഈ റൂട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ റൂട്ടില്ല, കാണിക്കുന്നില്ല മാപ്പിനകത്ത്. ദാറ്റ് മീൻസ്
വൈകിട്ട് വണ്ടി വിടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഫോറസ്റ്റ് അല്ലേ, ടൈഗർ റിസർവോ, ശരിയാ. കാരണം ഇന്നലെ ഞാൻ റൂം എടുക്കാൻ നിന്നപ്പോൾ അവിടെ സത്യമംഗലം ടൈഗർ റിസർവിൻ്റെ ഒരു സ്റ്റാഫ് ഇങ്ങനെ റൂം എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇസ് ടൈഗർ റിസർവ്. വൈകിട്ട് വണ്ടി വിടില്ല. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയല്ലേ, പെരുന്തൽമണ്ണ മൈസൂർ റൂട്ട്, അത് എൻ്റെ പേരെന്തായിരുന്നു ഓർക്കുന്നില്ല. എയർ ചെക്ക് ചെയ്യണം, എത്ര ഓടിയതല്ലേ. ഇന്നലെ ചെക്ക് ചെയ്തതാണ്, ദിവസം കൊണ്ട് കുറയോ. പിന്നെ ട്രാവലിംഗ് ബഡീസ് ഉണ്ടെങ്കിൽ തരാൻ പറ്റുന്ന ടിപ്സൊക്കെ തരണം കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഓരോരുത്തർ ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ഒന്നുമല്ല. എനിക്കൊന്ന് കേരളത്തിൽ നിന്നാണെന്ന് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ റൈഡ് പോകുന്ന ആൾക്കാരുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ട് റൈഡ് പോകുന്ന ലോങ് ഒക്കെ ആണല്ലോ കേരളത്തിൽ പോകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അവിടെയൊക്കെ മുമ്പ് ഞാനൊക്കെ നമ്മളൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലേ നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. ബട്ട് ഒന്നുമല്ല, നമുക്കൊന്നും അറിയില്ല. ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക്, നമ്മളെക്കാളൊക്കെ അറിവ് ഒത്തിരി കൂടുതലുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഉണ്ടല്ലോ ശിശുക്കളാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എത്രത്തോളം നോളേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാൻ ചാൻസ് കിട്ടുക അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാം. നോളജ് ഈസ് പവർ എന്ന് പറയുന്നത് വെറുതെ അല്ല, ഇറ്റ്സ് സോ പവർഫുൾ. ഭയങ്കര പവർഫുള്ളാണത്. നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോയി ഇടിച്ച് നിൽക്കും, എവിടെയും നമ്മൾ തളർന്നു പോകുമോ അങ്ങനത്തെ ഇതൊന്നും വരില്ല. നോളേജ് മാക്സിമം ഗെയിൻ ചെയ്യുക ഓരോ സമയത്തും. കാരണം നമുക്ക് നോളജ് എത്തിക്കാൻ പറ്റിയ ഒത്തിരി ചാൻസ് ഉണ്ട് എപ്പോഴും. അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എല്ലാത്തിനെ പറ്റി അറിയാന്നേ. സമയം എക്സ്ട്രാ ഒന്നും പോകുന്നില്ല. ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന സമയത്ത് തന്നെ നമുക്കിതൊക്കെ നേടാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ തമിഴ്നാട്ടിലെ വഴിയുടെ രസം കണ്ടോ, 2 സൈഡിലെ മരങ്ങൾ, നേരെ വഴി. ആഹാ അന്തസ്. നമ്മുടെ ഭൂപ്രകൃതി ഇതുപോലെ ആയിരുന്നെങ്കിൽ, ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെ കയറ്റം ഇറക്കമൊന്നും ഇല്ലല്ലോ. മീൻസ് കാട്ടിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മലയൊക്കെ കയറുമ്പോഴേ ഉള്ളൂ. അല്ലെങ്കിൽ നോർമൽ എല്ലാം ഫ്ലാറ്റ് അല്ലേ. ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ജീവിക്കാം. സ്കൂട്ടറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. രാത്രിയിൽ എൻ്റെ അമ്മ, ഞാൻ എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല, ലൈറ്റൊന്നും കാണുന്നേ ഇല്ല. ലൈറ്റൊന്നും ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല. വഴി ലൈറ്റില്ല, പ്രോപ്പർ റിഫ്ലക്ടറില്ല. ബോക്സ് ലൈറ്റ് 2-3 മേടിക്കണം, 2 മേടിക്കണം. ഭയങ്കര വിലയാണ്. നല്ല ഡൂക്കിളി വെച്ചിട്ട് കാര്യമില്ല. നല്ല വെക്കുമ്പോൾ നല്ല വെക്കണം. ഞാൻ എപ്പോഴും ക്വാളിറ്റിയുടെ ആളാണ്. ക്വാളിറ്റി നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ മുടക്കുന്ന പൈസയുണ്ടല്ലോ, അത് വേസ്റ്റായി പോകാൻ പാടില്ല. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. എന്തിലാണെങ്കിലും നമ്മളൊരു സാധനം മേടിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും, ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ പോയാലും നമ്മളത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് ഒരു വർത്തായിരിക്കണം. ചുമ്മാ വില കുറവാന്ന് പറഞ്ഞാൽ ഡൂക്കിളി സാധനം മേടിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ അത് പോകും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതിൻ്റെ ഒരാവശ്യമില്ല. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ ഈസി ആയിട്ട് പോകുന്നത്. ഈ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടല്ല. പിന്നെ ചാർജിങ് അതും കൂടെ ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എന്തായാലും മൈസൂർ പോയേനെ. മൈസൂർ പോകാനൊരു കണക്കിന് നന്നായി. അതുകൊണ്ട് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ ഒരുമാതിരി നേരത്തെ ചെല്ലായിരുന്നു. ഇടയ്ക്ക് നിർത്തി സമാധാനമായിട്ട് പോകാമെന്ന്. ഇതിപ്പം എങ്ങനെ ആവുമോ നല്ല നോക്കാം. ഉണ്ടാവും. ഇതൊരു വല്ലാത്ത ഹമ്പായിരുന്നു. വാഴത്തോട്ടോ ഇതുണ്ട്, കല്ലുകൊണ്ടുണ്ടാക്കിയ വീട് കണ്ടോ, എന്ത് രസമാണ്. ഫാക്ടറി, ഇവിടെയൊക്കെ സ്ഥലമുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഫാക്ടറിക്ക് കൊടുക്കാൻ പറ്റും.
ഇവിടെ ഇത്രയും സ്ഥലം കിടക്കുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് തന്നെ ബുദ്ധിമുട്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ വരും, നദികൾ ഒത്തിരി ഉണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഈ വണ്ടിക്കകത്തുനിന്നാണോ? കർണാടക വണ്ടിയാണ്. റോഡ് നോക്കി ഇടയ്ക്കിടയ്ക്ക് നല്ല ഹമ്പുണ്ട് കേട്ടോ. കാരണം സൂപ്പർ സ്ട്രെയിറ്റ് റോഡാണ്, കത്തിച്ച് വിടാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ അല്ല, മെയിനായിട്ട് മൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇതുണ്ടോ? ഓ, ഫ്ലാറ്റാണ്. അപ്പം എന്തായാലും ഇഷ്ടം പോലെ മൃഗങ്ങൾ കാണും. മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ, ആ പച്ചപ്പി കിടക്കുന്ന സമയത്ത് വരണം. ഓ, എന്നാ രസമായിരിക്കും ഇതിൻ്റെ കൂടെ പോകാൻ. ഇവിടെയുള്ള ആൾക്കാർ രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ഈ ഇതിനകത്തോടായിരിക്കും. അപ്പം തന്നെ മൈൻഡൊന്ന് റീഫ്രഷ് ആവും. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയി കഴിയുമ്പോഴേ ആ ഒരു കാറ്റും, എന്താ കാട്ടിരിക്കില്ലേ സാർ. ഓ, മേലോട്ട് നോക്കിയേ, കാട്, മല, സത്യമംഗലം കാട്. എനിക്ക് അത് കയറാനുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ റൈറ്റാണ് മൈസൂർ. റൈറ്റ്, ഇവിടുത്തെ മെയിൻ ഒരു ഭാഷയാണ് റൈറ്റ്. ഓൻ ബസ് കയറിയ കണ്ടക്ടർ റൈറ്റ്. നാട്ടിലെ പോലെ പോട്ടെ, അപ്പം അങ്ങനല്ല പറയുന്നത്. ഇവിടെ റൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മേലോട്ടേക്ക് അത് കണ്ടോ, മല കണ്ടോ? എനിക്കൊന്ന് ആ മലയുടെ ഒരു സൈഡിൽ കൂടെ ഒക്കെ കയറാനുള്ളതാണ്. അതെ, ചെക്ക് പോസ്റ്റ്, വമ്പൻ ചെക്ക് പോസ്റ്റാണ്. മെയിൻ കാടാണ്. വണ്ടി ഇറങ്ങിയിരുന്നുണ്ടോ ദൈവമേ. ചെക്കിങ് പണി കിട്ടുമോ? എന്തോ ആവോ എന്തോ, കണ്ടറിയാം. പുറകിലൊരു കേരള ഇന്നോവയുണ്ട്. പ്രൈവറ്റ് വണ്ടിക്ക് പ്രശ്നമില്ല. ഇത്രയും വണ്ടി ഇറങ്ങി വരുന്നതാണ് എൻ്റെ പോലെ. ഹെയർ പിന്നൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം പണി കിട്ടും. ഇത്രയും ലോറി ഇറങ്ങി വരുന്നതേ കർണാടകയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്, മൈസൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത്രയും ലോറി തന്നെ ഇറങ്ങി വരുന്നത്. ഹെയർ പിന്ന് മിക്കവാറും പണി കിട്ടും. മേളോട്ട് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, മേളിൽ ഹെയർ പിന്ന് ഉണ്ട്. അപ്പോൾ ഇത്രയും വണ്ടി ഇറങ്ങി വരുമ്പോൾ നമ്മൾ എങ്ങനെ കയറിപ്പോവും? വരണോ ലെറ്റ്സ് സീ. ഈ ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് ഉള്ളതുകൊണ്ട് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ പതുക്കെ പോകുന്നത്, അല്ലേ കാണാമായിരുന്നു. ദൈവമേ, എന്ത് വണ്ടി ഇറങ്ങി വരുമെന്ന് നോക്കി. മനസ്സിലായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ല എൻ്റെ അമ്മയുടെ എൻ്റെ മൂത്ത അമ്മാവനായിട്ട് മൈസൂർ പോയത്. അത് ഇതാണ്, അത് ഈ ഹെയർ പിന്നാണ്. ശരിയാണ്. അപ്പം അവർ പൊള്ളാച്ചി കോയമ്പത്തൂർ വഴി വന്നിട്ട് ഇതുവഴിയാണ് മൈസൂർ പോയത്. മേ ബി മൈസൂർ പോകുന്നതിലേ അല്ല. ഇവിടെ ഒന്നും ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിലെങ്ങാണുമായിരുന്നു ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് താഴെയിട്ട് പിടിച്ചാൽ. എനിക്ക് ചെക്ക് പോസ്റ്റിന്, പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിനകത്തോടെ കയറി വരുന്ന ബൈക്കായത്. ഒന്ന് ടോപ്പ് ഇട്ട് വരുമ്പോഴത്തേനും അടുത്ത സംഭവം. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. വേണ്ട അടുത്ത് എന്ത് ചെയ്യാനാന്ന് പറ. കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഫോർ ദ ഗുഡ്, നല്ല കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ലേ. ബട്ട് നമുക്കൊരു ഇൻകൺവീനിയൻസ് ആണ്, ബട്ട് ദാറ്റ് ഈസ് നെസസറി നോ.
അത്യാവശ്യമുള്ള സാധനമല്ലേ. അപ്പോൾ ആ മല കയറി വേണം നമുക്ക് പോകാൻ. മേളി ഹെയർ പിന്ന് കണ്ടോ, അങ്ങോട്ടേക്ക് മുമ്പൻ കാടും, മുമ്പൻ മലയും കാടും. ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ദിംബ 9 കിലോമീറ്റർ, ഹസനൂർ 15 കിലോമീറ്റർ, തലമലൈ 32 കിലോമീറ്റർ, രാംരാജ് നഗർ ഉണ്ട്, അത് എത്ര കിലോമീറ്റർ ഞാൻ കണ്ടില്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ഉണ്ടോ, നല്ല സ്റ്റീപ്പാണ്. പെട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എൻ്റെ പൊന്നെ, മലമുകളിൽ പെട്രോൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ട് കേട്ടോ. ദൈവമേ, ഞാൻ തീർന്നത്. ഉണ്ട്, അതിൽ രണ്ടാമത്തേത്. നല്ല വ്യൂ അല്ല. ഇവിടെ നിന്നെങ്ങാനാണോ നമ്മളൊരു റീല് കണ്ടില്ലായിരുന്നോ, ലോറി ഇറങ്ങി വരുമ്പോൾ ഒരു ബൈക്കുകാരനെ വരച്ചോണ്ട് പോകുന്നത്? അത് ഇതുവല്ലോ ആയിരുന്നോ? സൂക്ഷിച്ചു പോവാ, ലോറി ഒന്നും ചവിട്ടിയാൽ കിട്ടത്തില്ല. ഓടും വണ്ടിയാണ്. ഓടും വണ്ടി ഓടിക്കുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. ഇത് കണ്ടോ, തക്കാളി കിടക്കുന്നുണ്ടോ? മറിഞ്ഞു പോയതായിരിക്കും. കർണാടക വണ്ടി. നൊസ്റ്റാൾജിയ കമ്മിങ്, നൊസ്റ്റാൾജിയ. അങ്ങോട്ടേക്ക് ഹെയർപിനുണ്ടോ? കണ്ടോ. ഇതാണ് സത്യമംഗലം കാടുകൾ. വീരപ്പൻ അടക്കി ഭരിച്ചിരുന്ന സ്ഥലമാണ്. ഇതിനകത്തോടെ എങ്ങനെ കയറി ഇറങ്ങി നടന്നു. അയാൾ കാണിച്ചുണ്ടോ അപ്പുറത്തോടൊപ്പം? അറിയില്ലല്ലോ ചേട്ടാ, ക്ഷമിക്കുക ചേട്ടാ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ലെപ്പേർഡ് ക്രോസിങ് സോൺ, പുള്ളിപ്പുലി ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്ന അടിയുന്നു. എൻ്റെ ദൈവമേ, എന്തുവാണോ? സാവട്ട് നിൽക്ക്, ഓടിച്ചോണ്ട് നോക്കണ്ട, അല്ലാണ്ട് നോക്കിയാൽ മതി. എൻ്റെ അമ്മച്ചി, നല്ല സ്റ്റീപ്പാകട്ടോ. ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നല്ല വളമുള്ള സ്ഥലമാണ്. നോർമൽ ഹെയർ പിന്ന് പോലല്ല, നല്ല താഴ്ചയുണ്ട്. 11. ദൈവമേ, അത് കണ്ടോ നിങ്ങൾ? സ്കൂട്ടർ ശ്രദ്ധിച്ചായിരുന്നു? അവസ്ഥയിലാണ് ആ സാധനം കൊണ്ടുപോകുന്നത്. 12. ഇതിലേ കയറ്റാൻ പറ്റത്തില്ല, ലോഡ് വണ്ടി അല്ലെങ്കിലും. കാരണം അവിടെ വന്നൊരു വീല് പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും. വെച്ച് കത്തുന്ന നല്ല മണം വരുന്നുണ്ട് ലോറിയുടെയൊക്കെ. 16. ചെറിയ തണുപ്പ് വന്നു തുടങ്ങി കൈകളിൽ. ഞാൻ ഈ റൈഡ് തുടങ്ങിയ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. ഇടാൻ തോന്നുന്നില്ല, ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇത് ഓടിക്കാൻ. സേഫ്റ്റിയാണ്, പക്ഷെ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ച് നൈസായിട്ട്. ഗൈസ്, നമ്മൾ ആ ഹെയർ പിന്നൊക്കെ കയറി താവട്ടിറങ്ങി. മയിലിനെ കണ്ടോ? മൈ ഗാഡ്, ദാറ്റ് വാസ് എപ്പിക്. കറക്റ്റ് ക്യാമറ ഞാൻ ഓൺ ചെയ്ത് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ വന്നു. വെരി നൈസ്. മയിൽ പറക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. മീൻസ് നേരിട്ട്. എന്ത് പറ്റി, ബ്രേക്ക് ഡൗൺ ആണോ? മൈസൂർ 108 കിലോമീറ്റർ. KL7CA കേരള വണ്ടി. ഇതെങ്ങോട്ട് പോകുന്നതല്ലോ? നമ്മളപ്പോൾ മൈസൂരിനല്ലോ, അതെങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. KL7 വണ്ടിയാണല്ലോ പോയ. നൈറ്റൊക്കെ ഇതിലെ വണ്ടി വില വെളുപ്പിനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും. നല്ല മാനൊക്കെ നിൽക്കുന്നതാണ് ഇവിടെ സൈഡിൽ. വീടൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ രാത്രിയിലൊക്കെ എന്ത് പേടിച്ച് കിടക്കണം. ബസ് നിർത്തുന്ന സ്ഥലം.
വള്ളി കിടക്കുന്നുണ്ട്. ആ ടയറിനിടയ്ക്ക് കാണാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും സ്പീഡിൽ പോകും. ഞാനിങ്ങനെ പതുക്കെ പോയിട്ടൊരു കാര്യമില്ല കേട്ടോ. 13 മണിക്കൂർ കവർ ചെയ്യാനുള്ളതാണ്. എൻ്റെ കാളക്കൂറ്റ മുഞ്ചത്തോട്ട് കയറല്ലേ. ഓ, പുൽമേട് കിടക്കുന്നുണ്ട്. പുൽമേടുകൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കാത്തുപോലും ഇല്ലേ മൃഗങ്ങളെല്ലാം നിന്നാൽ. ഗായ്സ്, നല്ല യൂക്കാലിയുടെ മണം. നമ്മളിപ്പം തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പോൾ കർണാടകത്തിലോട്ട് കയറി. ഇത് കർണാടകയുടെ ഏരിയ ആണ്. പക്ഷെ കർണാടകയിൽ ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല. ഇനി മുമ്പിലായിരിക്കും. പക്ഷെ തമിഴ്നാട്ടിലുള്ള അത്രയും ഹമ്പ് എന്തായാലും റോഡിലില്ല കേട്ടോ. ഇതുവരെ ഇല്ല. മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല അടിപൊളി കാട്, നല്ല ശാന്തസുന്ദരമായ കാട്. പേടിയാണ് ഹമ്പുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ. കാരണം ഈ മരത്തിൻ്റെ ഇതൊക്കെ അടിക്കുന്ന കാരണം മാർക്കിങ് കൂടെ ഇല്ലെങ്കിൽ അറിയത്തില്ല. ഹമ്പ് ഇല്ലെങ്കിൽ അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ഓടിച്ചതാണ്. ആ ബൈക്കുകാരൻ്റെ പുറകെ പോകായിരുന്നെങ്കിൽ അറിയാമായിരുന്നു ഹമ്പുണ്ടോ ഇല്ലയോ. നൈസ് തണുപ്പുണ്ട് കേട്ടോ. കർണാടക കയറിയ പിന്നെ ഇത് ആദ്യത്തെ ഹമ്പാണ്. ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ടായിരിക്കും. ഇതുവരെ ഒരു ഹമ്പും കിട്ടിയില്ല. നന്നായി. ഓ മൈ ഗോഡ്. നഞ്ചൻകൂട് 73, കേഗുടി കൃഷ്ണകുടി ആയിരിക്കും. ബന്ദിപ്പൂർ 84, മൈസൂർ 98. ബൈക്കാരൻ്റെ പുറകെ അവൻ എന്നാ പോക്ക പോകുന്നത്. പിടിച്ചാൽ എവിടെ കിട്ടാനാ? വേണമെങ്കിൽ കിട്ടും. എൻ്റെ ഇത്ര ലഗേജ് ഇരിക്കുന്നുണ്ടോ? ഹായ് ഗൈസ്, കേൾക്കാമെന്ന് അറിയത്തില്ല. നമ്മളിപ്പം ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കർണാടകയുടെ ഒരു ചാമരാജനഗറിലോട്ടുള്ള റോഡിലാണ്. അത് നല്ലൊരു സൂപ്പർ റോഡിലാണ്. ഇപ്പം നമ്മൾ മൈസൂർ ലക്ഷ്യമാക്കി പോവുകയാണ്. മൈസൂർ സിറ്റിയിൽ കയറത്തില്ല, മൈസൂർ ഔട്ടർ വഴി പോകും. അപ്പം അങ്ങോട്ടുള്ള റോഡിലാണ്. ഒരു അടിപൊളി റോഡാണ്. സൈഡിൽ തെങ്ങന്തോപ്പൊക്കെ കണ്ടോ? നല്ല സ്ട്രെയിറ്റ് റോഡാണ്. പുതിയ റോഡാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ടോൾ പ്ലാസയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സെറ്റപ്പ് റോഡാണ്. അതുകൊണ്ട് വിട്ട് പോവാം. ഓരോ ക്രോസിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടോ, മരിച്ചവരെ കൊണ്ട് വരുന്നുണ്ടോ? പൂവൊക്കെ വിതറി. റെസ്റ്റ് ഇൻ പീസ്. അവരുടെ ബന്ധുക്കാരൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ റോഡിൻ്റെ ടോൾ പ്ലാസയാണ്. അവിടെ നിന്ന് ഇതിന് മുമ്പ് ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വേറെ ഒരെണ്ണം. അപ്പം ഈ റോഡ് BOT അങ്ങനെയെല്ലാം ഉണ്ടാക്കിയതായിരിക്കും. എന്തായാലും സൂപ്പർ റോഡായിരുന്നു കേട്ടോ. വിട്ട് പോരായിരുന്നു. ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇവിടെ കുറേ കോൺക്രീറ്റ് റോഡ് കണ്ടല്ലോ. തമിഴ്നാട്ടിൽ കണ്ടു, ഇവിടെയും കണ്ടു. നല്ലതായിരിക്കും. ഇവിടെയൊക്കെ ഇത്രയും സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡൊക്കെ ഇങ്ങനെ മോശമാകാതിരിക്കുന്നത്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കത്തില്ല. ഇത് കണ്ടോ, ജമന്തിപ്പൂവിൻ്റെ തോട്ടം. നമ്മുടെ നാട്ടിൽ വെള്ളം പോകുന്ന സ്ഥലമില്ല. അതുകൊണ്ട് ഈ റോഡൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്നത്. ഇത് കണ്ടോ, സ്ഥലം അങ്ങ് കിടക്കുകയല്ലേ. പിന്നെ ഇവർക്ക് ഇതിലേ റോഡുണ്ടാക്കിയാലും അവിടെ കിടന്നോളൂ. ഗുണ്ടൽപേട്ട് ലെഫ്റ്റ്, ചാമരാജനഗർ പാലത്തിനടിയിൽ കൂടെ. നമുക്കെങ്ങനെ പോകേണ്ടത്? നമുക്ക് നേരെ പോകണ്ട. എലന്തൂർ
ഗായ്സ് നമ്മളിപ്പോൾ മൈസൂരിനടുത്താണുള്ളത്. മൈസൂർ ഇവിടെ നിന്ന് അങ്ങോട്ട് 33 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ മൈസൂരിൻ്റെ ഔട്ടറിൽ കൂടെ അല്ല പോകുന്നത്, വേറൊരു വഴി കൂടെ പോകുന്നത്. കാരണം അതൊരു 34 മിനിറ്റ്സ് സേവ് ചെയ്യാൻ പറ്റും. ആ റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആണ് പോകുന്ന ഒരു പിടിയില്ല. എന്തായാലും നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വ്ലോഗ്. ആൻഡ് ഇപ്പോൾ എവിടെയുള്ളതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആൻഡ് ഈ ഒരു വ്യൂ കാണുമ്പോൾ ആരെങ്കിലും ഒന്ന് പറയാമോ ഇതെവിടെയാണെന്ന്? ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെവിടെയാണ്. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. അപ്പം നമ്മൾ മൈസൂർ വന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പോവായിരുന്നു. മറ്റേ അവിടെ നിന്ന് സത്യമംഗലത്ത് പോകുന്നു, മൈസൂർ ടച്ച് ചെയ്യാതെ വേറെ വഴി കൂടെ ഡയറക്റ്റ് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ടയറിലോട്ട് വെറുതെ നോക്കിയത്, ബാക്ക് ടയറിലോട്ട്. ഓൾറെഡി ഷോറൂമിൽ നിന്ന് പറഞ്ഞ ടയർ മുഴുവൻ തീർന്നു. അതിൻ്റെ ഒരു മാർക്കുണ്ടല്ലോ ടയറിൻ്റെ, അന്നൊരു ശകലം മാർക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നോക്കുമ്പോഴത്തേനും മാർക്കൊന്നുമില്ല, ഓൾമോസ്റ്റ് തീർന്നു. എനിക്ക് പിന്നെ ടെൻഷനായി, കാരണം ഇത്രയും ദൂരം പോകേണ്ടതാണ്, കണ്ടിന്യൂസ് പോകേണ്ടതാണ്, സ്പീഡിൽ പോകേണ്ടതാണ്. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ MRFിൻ്റെ ടയറായിരുന്നു. അപ്പോൾ MRFിലെ ഷോറൂമിലെല്ലാം വിളിച്ച് ചോദിച്ചപ്പോൾ ആ ടയറില്ല. പിന്നെ ഞാൻ മൈസൂർ ട്രയംഫിൽ വിളിച്ച് ചോദിച്ചു. മൈസൂർ ട്രയംഫിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ടയർ കടയിലൊന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, മധു എന്ന് പറയുന്ന വലിയ ടയർ കട. അവിടെ വിളിച്ച് ചോദിച്ചപ്പം സെയിം ടയറില്ല, പക്ഷേ അപ്പോളോടെ തന്നെ സെയിം സ്പെക്കുള്ള ടയറുണ്ട്. അങ്ങനെ അവിടുന്ന് കറങ്ങി തിരിച്ച് മൈസൂർ വന്ന് ആ ടയർ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ടയർ മാറത്തില്ല, ട്രയംഫിൻ്റെ സർവീസ് സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രയംഫിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി. ട്രയംഫിൻ്റെ സർവീസ് സെൻറ്ററിൽ ചെന്നപ്പോൾ അവർ പറയുന്നു അവരും മാറത്തില്ല. പിന്നെ ഞാൻ ട്രയംഫിൻ്റെ ഷോറൂമിൽ വിളിച്ചപ്പം മറ്റേ അവർ മാറിത്തരാൻ, പുറത്ത് കൊണ്ട് ടയർ ഊരിക്കൊണ്ട് പുറത്ത് കടയിൽ കൊണ്ട് മാറിയിട്ട് അവർ എന്തോ ABS എന്തോ സെറ്റ് ചെയ്യാനുണ്ട്, അവർ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറി തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 3:30 പിന്നെ ഞാൻ നോക്കിയപ്പം പിന്നെ റൂം എടുത്തേ. കാരണം ഇപ്പോൾ പോയാലും ഒത്തിരി രാത്രിയാകും ഗോവ ചെല്ലുമ്പോൾ. റൂം എടുത്ത് എനിക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്യാണ്ട് അതൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മൈസൂരെത്തി. എന്നാൽ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണം. നിങ്ങളെ മൈസൂർ കുറച്ച് കാണിച്ചു തരാം. ഞാൻ മൈസൂർ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. മൈസൂരും പിന്നെ വേറൊരു സ്ഥലം കൂടി. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ റൂം എടുത്തില്ല. എന്നാൽ പിന്നെ നിങ്ങളെ മൈസൂരിൽ കാണിച്ചു തരാം. മൈസൂരിൽ നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ പാലസ് ഉണ്ട്, അതിനകത്തൊന്നും ക്യാമറയായിട്ട് കയറാൻ പറ്റില്ല. ബട്ട് പുറത്തോടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ പണ്ട് മൈസൂർ പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തിന് GoPro ഓഫായി, പവർ ബാങ്ക് തീർന്നു. അങ്ങനെ ഇന്നത്തെ സെയിം സിറ്റുവേഷൻ. പിന്നെ ചാർജ് ചെയ്യാനൊരു വഴിയില്ല. പിന്നെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. പിന്നെ അത് കാരണം ചാർജ് ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ വ്ളോഗ് ചെയ്യാണ്. എന്തായാലും ചാർജിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഒന്നെങ്കിൽ ഒരു പവർ ബാങ്ക് കൂടെ മേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പാക്ക് മേടിക്കണം GoProയുടെ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മൈസൂർ ജോലി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ആ ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു റെസ്റ്റോറൻ്റാണ്, ആ ഹോട്ടലിൻ്റെ കൂടെയുള്ള റെസ്റ്റോറൻ്റാണ്, അവിടെയാണ്. അപ്പോൾ ആ വഴി സ്ഥലപ്പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. വഴി എവിടെയൊക്കെയോ ശകലം ഓർമ്മയുള്ളൂ. അതിനടുത്തൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഓർക്കുന്നില്ല. അതുണ്ടെങ്കിൽ അതും മതിയായിരുന്നു. കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മൈസൂർ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഹാസൻ, ഐ തിങ്ക് ദിസ് ഈസ് ദ ഇതാണ് വഴി. ഈ വഴി നേരെ പോയിട്ട് റൈറ്റ് സൈഡിൽ എവിടുന്നോ റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ വഴി വരെ എനിക്ക് മനസ്സിലായി. അപ്പം അതും കൂടെ ഓർത്താൽ മതി. ഹസന് പോകുന്ന വഴിയാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങോട്ട് പോകണം. അപ്പോൾ ആ വഴി തപ്പി പോവുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നമ്മ,
ഇങ്ങനെയൊക്കെയാണോ ലെഫ്റ്റ് എടുക്കുന്നത്. ആ വഴി കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ ഹോട്ടലൊക്കെ അവിടെ ഉണ്ടോ എന്ന് ആർക്കറിയാം. ബട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ ഒരു ഹോട്ടൽ അല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് അങ്ങനൊന്നും കാണാനില്ല അവിടെ. ഡെപ്യൂട്ടി കമ്മീഷണേഴ്സ് റെസിഡൻസ്. വെരി നൈസ്. നല്ല രസമുണ്ടോ വീട് കാണാൻ. ആ ബംഗ്ലാവ് കമ്മീഷൻ്റെ പേര്. ഇവിടെ കുറേ പഴയ ബംഗ്ലാവുകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഇതൊക്കെ. വളരെ സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എൻ്റെ പഴയ ഹോട്ടൽ തപ്പി പോവുകയാണ്. എനിക്ക് ഒത്തിരി ഓർമ്മകളുള്ള ഒരു ഹോട്ടൽ ദൈവമേ. അത് ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ച് എന്താ പറയുക, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ എന്നേക്കും മറന്നു പോയാൽ എനിക്ക് സഹിക്കത്തില്ല. അത് കാലം കഴിയും തോറും പിന്നെ മറന്നു പോയാലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം എല്ലാ ഓർമ്മകളും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ കുറേ ഓർമ്മകളുണ്ടാവില്ലേ, നമ്മളൊരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ചില ഓർമ്മകൾ. ഓർത്താൽ വിഷമം വരുന്ന പക്ഷേ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത കുറേ ഓർമ്മകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവില്ല. അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. ഞാൻ ഇത്രയും ഫിലോസഫി വെച്ച് അലക്കിയിട്ട് അവസാനം ഈ ഓഡിയോ റെക്കോർഡ് ആകുന്നുണ്ടോ ദൈവം തമ്പുരാൻ അറിയാം. ഇന്നലത്തെ കുറച്ച് ഓഡിയോ ഒന്നും റെക്കോർഡ് ആവുന്നില്ലായിരുന്നു. ഈ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ്, അതെനിക്കറിയാം. ഈ ജംഗ്ഷനൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഒരു 4-5 കിലോമീറ്റർ അല്ല, ഒരു 5-6 കിലോമീറ്ററിനുള്ളിലാണെന്ന് തോന്നുന്നു. 10 കിലോമീറ്ററിനകത്ത് എന്തായാലും. ഏതൊരു റൈറ്റ് ആണെന്ന് എനിക്കറിയാം. 1-2 റൈറ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലൊരു ചെറിയ കയറ്റമൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയോ ആയാൽ മതിയായിരുന്നു. ദൈവമേ, അത് എവിടെയാണോ? ഇവിടെ എവിടെയാണോ? BM Hospital. Yes, BM Hospital. I think that's the one. BM Hospital, yes. അതാണെന്ന് തോന്നുന്നു ആ ഹോസ്പിറ്റൽ. അത് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ടാണിത്. പക്ഷെ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതിൻ്റെ പേര് പബ്ലിക് നെയിം ബോർഡിൽ വെക്കുമോ? എനിക്ക് തോന്നുന്നു ഇവിടുന്ന് റൈറ്റ് ആണെന്ന് തോന്നുന്നു. ഇല്ല, ഇവിടുന്ന് റൈറ്റ് ഉണ്ടോ? ഇല്ല, എന്തോ കാണുന്നുണ്ട്. ഈ റൈറ്റ് എടുത്ത് നോക്കാം. ചിലപ്പോൾ ഇപ്പം അത്രയും വലിയ ഹോസ്പിറ്റലായി കാണുന്നത്. എൻ്റെ വഴിയാണത്. ഐ തിങ്ക് അതെ, എനിക്കിതാണെന്നാണ് എൻ്റെ ഒരു ഇത്. അതെ, ഇവിടെ മാളോ? അതെ, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. മാളിനെ അവരുടെ വല്ലതാണോ? അവർ വല്ല സ്ഥലം കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണോ? അതെ ആണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. ഞാനിപ്പോൾ പറയും, ഈ ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയും ഇപ്പം അന്നൊന്നും ഈ ബിൽഡിങ് ഇവിടെ ഇല്ല. അന്ന് ഇവിടെ ചെറിയൊരു മാടക്കട. യെസ്, ദിസ് ഈസ് ദ വൺ. എക്സ്ട്രൻഡ് എന്ന് പറയുന്ന ഹോട്ടൽ ഇപ്പോഴും ഉണ്ടോ അവിടെ അല്ലേ? ട്രീ ബോർഡ്. ഓക്കെ, ദിസ് ഈസ് ദ ഹോട്ടൽ. ഉണ്ടോ? ഹോട്ടലിൻ്റെ ഇത് കണ്ടോ? ഈ ബാങ്കിൻ്റെ ഈ രണ്ടാമത്തെ ഇത് കണ്ടോ? അതായത് ഈ ഗേറ്റ് കണ്ടോ? ഇതായിരുന്നു അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതായിരുന്നു ആ ഹോട്ടൽ. കണ്ടോ? അത് കണ്ടോ? പാപ്രിക്ക റെസ്റ്റോറൻറ്റ് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ദൈവമേ, ആ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാപ്രിക്ക എന്ന് പറയുന്നത് കണ്ടോ? സ്പെക്ട്രം സ്യൂട്ട്സ്. പക്ഷെ അന്ന് ഇതിൻ്റെ എൻട്രൻസ് ഇതായിരുന്നു കേട്ടോ. അതായിരുന്നു അവിടെ തന്നെ. ആ ഗ്ലാസ് തന്നെ. എനിക്കൊന്ന് അത് തന്നെയാണെന്ന് തോന്നുന്നു. ആ ഗ്ലാസ് തന്നെ. അതെ, ശരിയാ, ആ ഗ്ലാസ് ആയിരുന്നു എൻട്രൻസ്. ഗ്ലാസ് ഡോറല്ലേ? ട്രീബോ ആയിരുന്നു അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അറിയില്ല. പാപ്രിക്ക റെസ്റ്റോറൻറ്റ് ഇപ്പോഴും ഉണ്ടോ? അത് ക്ലോസ് ചെയ്താണോ? ഓ മൈ ഗാഡ്, റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇല്ല, അത് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ആ ചാറ്റ് കണ്ടോ? ചാറ്റ് ഷോപ്പ് കണ്ടോ? അവിടെ ഞാൻ ഒത്തിരി ആലു ദഹിപ്പൂരി കഴിച്ചിട്ടുണ്ട്.
കണ്ട് ഇതാണ് ആ ഹോസ്പിറ്റൽ. അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു ആ സ്ഥലം. അവർ കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇതെല്ലാം പൂട്ടിപ്പോയി. ഇവിടെ നഴ്സിംഗ് കോളേജൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൂട്ടിയോ? എൻ്റെ ദൈവമേ, ഇത് പൂട്ടിയോ ഹോസ്പിറ്റൽ? BM ഹോസ്പിറ്റൽ. ഓ മൈ ഗോഡ്, അതെന്താ ഇത് പൂട്ടിപ്പോയേ? ദൈവമേ, ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഹോട്ടലോ? അല്ല സോറി, ഹോസ്പിറ്റലോ? ഈ പാർക്കൊക്കെ കണ്ട, ഞാനൊക്കെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അല്ല എവിടെയാണെന്ന് തോന്നുന്നത്. ദൈവമേ, ഇതെന്താ പൂട്ടിപ്പോയേ? ഒരു ഫാദർ ഉണ്ടായിരുന്നു, പുള്ളിക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത മോനാണോ ഇളയ മോനാണോ? പുള്ളിക്കാരനാണ് ആ റെസ്റ്റോറൻ്റൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഓ മൈ ഗോഡ്, എന്തായാലും എനിക്ക് കാണാൻ പറ്റിയല്ലോ. താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. ഇത്രയും വലിയ ഹോസ്പിറ്റൽ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ഹോസ്പിറ്റൽ എന്താ പൂട്ടിപ്പോയത്? ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഒരു റൂമുണ്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് അവർ വാടകയ്ക്ക് എടുത്ത് വന്നിട്ട്. ഒരു അഴുക്ക് റൂമായിരുന്നു. ബട്ട് അവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ റൂം എവിടെയാണെന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അതിനി ഹോസ്പിറ്റൽ ഇവിടുന്ന് മാറ്റിയതാണോ? BM ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് വലിയൊരു ബോർഡ് കണ്ടില്ലായിരുന്നു, ആർച്ച്. ഇനി ഇവിടുന്ന് മാറ്റിയതാണോ? അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല, കാരണം ഇത്രയും ബിൽഡിങ് വെറുതെ ഇട്ടിട്ട് മാറ്റേണ്ട കാര്യമില്ലല്ലോ. ആ ഹോട്ടൽ ഇപ്പോൾ ഉണ്ടോ? അതും ഇല്ലയെന്ന് തോന്നുന്നു. ആ ബിൽഡിങ്ങൊക്കെ അവരുടെ ആയിരുന്നു, അവർ വാടകയ്ക്ക് കൊടുത്താണ്. അങ്ങനെ കാണാൻ പറ്റിയല്ലോ. ആ വഴിയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ വഴിയൊക്കെ അന്നും പോഷ് സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതിലെ നടന്നിട്ടാണ് നമ്മൾ റൂമിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതിലെ അങ്ങോട്ട് നടന്നിട്ട് ഇവിടുന്ന് ഒരു ലെഫ്റ്റാണ്. എന്നിട്ടൊരു പഴയ വീടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതായിരുന്നു, യെസ് അതെ. ഇവിടുന്ന് റൈറ്റായിരുന്നു. ഇത് കണ്ട, അവിടെ ഒരു പാർക്കുണ്ട്. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഈ വീട്ടിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതെ, ഈ വീട്ടിലാണ്. ഇത് കണ്ടോ, ഈ ഒരു ഗ്രീൻ കളർ വെച്ച വീട് കണ്ടോ? ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ഐ തിങ്ക് ദിസ് ഈസ് ദ ഹൗസ്. എൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് എനിക്കതാണെന്നാണ് എൻ്റെ നല്ലൊരു ഓർമ്മ. അതോ ഇത് ഇവിടെ ഇരുന്നാണോ? ഇപ്പോഴാണ് ഇതൊക്കെ പണിതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങോട്ടൊരു ഇതുണ്ട്, പാർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പോഷായി. ഇപ്പോൾ അന്നും അത്യാവശ്യം പോഷ് സ്ഥലമാണ് കേട്ടോ. ഞാനിപ്പോൾ അവിടെ വണ്ടി നിർത്തി, ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പം ഒരു ബേക്കറി ആയിരുന്നു. അപ്പം ചോദിച്ചു വന്നപ്പോൾ ഒരു മലയാളി ചേട്ടനാണ് അവിടെ നിൽക്കുന്നത്. മലയാളി ചേട്ടൻ്റെ ബേക്കറിയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ എന്താണ് ക്ലോസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കറിയില്ല എന്ന് പറഞ്ഞു, അത് ക്ലോസ്ഡാന്ന് പറഞ്ഞു. പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള മാൾ അവരുടെ തന്നെയാണ്, BMൻ്റെ തന്നെയാണ്. എന്തായാലും ഒന്ന് കാണാൻ പറ്റിയല്ലോ അവിടം വരെ പോയിട്ട്. അവിടെ പോയി നല്ലൊരു കാപ്പി കുടിച്ച് ഒരു മുട്ട പപ്സ് തന്നു. നേരെ ഒത്തിരി അങ്ങ് മാറി കേട്ടോ. നേരത്തെ ആൾ കുറവായിരുന്നു, ഇത്രയും ആളൊന്നും ഇല്ല അവിടെ മാളില്ലല്ലോ. പക്ഷെ അന്ന് ബേക്കറി അന്നും അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, അന്ന് ചായ കൂടെ, അതെ ബേക്കറി ഉണ്ട് അവിടെ. അന്ന് ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കുന്നതായിട്ട് കുടിക്കുന്നതായിട്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഓർക്കാത്തത് വേറൊന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 2007, 8, 9, 10 ഈ വർഷങ്ങളിൽ ഏതോ ഒരു വർഷമാണ് ഞാനവിടെ ഉണ്ടായിരുന്നത്. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് റൂമിലാണ്. മുടിയൊക്കെ അലമ്പി ഒരു പരുവായി. ഹെൽമെറ്റ് വെച്ച് മുടിയൊക്കെ കറണ്ട് അടിച്ച പോലെ ഇരിക്കുന്നത്. ഒന്നാമത് മുടിയില്ല. അപ്പം ഇതാണ് റൂം. ഞാൻ ഫയൽസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്, കുറച്ച് പരിപാടിയുണ്ട്.
നാളെ എന്തായാലും രാവിലെ പോകണം. സന്ധ്യ ആകുന്നതിന് മുമ്പ് ഗോവ പിടിക്കണം. എഡിറ്റ് ചെയ്ത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇടണം. കാരണം ഞാനിതുവരെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ശരി എന്നാൽ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ഗുഡ് ബൈ.